ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു പൂരിപ്പപ്പടം ഉണ്ടാക്കുന്ന രീതിയാണ്. അന്ന് ഞാൻ ഗോതമ്പ് പൊടി ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുത്തിട്ട് പിന്നെ ഒരു മിക്സിയുടെ അടപ്പുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതിനുള്ള പാത്രം, അടപ്പ് പാത്രം വട്ടത്തിലുണ്ടെങ്കിൽ അതുകൊണ്ടും വട്ടത്തിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയിട്ടാണ് ഞാനങ്ങനെ ചെയ്തത്. നല്ല അടിപൊളി, നമ്മൾ ഈ മിഷനിൽ നമ്മൾ ചെയ്തെടുക്കുന്ന പോലെ തന്നെ വൃത്തിയായിട്ട് നമുക്കത് കിട്ടും. പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് പൂരി. അറിയാമല്ലോ. ഞാൻ പൂരി സാധാരണ ഇച്ചിരി കൂടെ ഇത്രയും മൂപ്പിക്കണ്ട. ഞാൻ പപ്പടം പോലെ തന്നെ ഇതങ്ങ് ക്രിസ്പി ആയിട്ട് കിട്ടും. ഞങ്ങൾ ഇതിനകത്ത് ഇച്ചിരി ചിക്കൻ കറിയും കൂടെ കൂട്ടി തിന്നു. നല്ല ടേസ്റ്റായിരുന്നു. എളുപ്പം ഉണ്ടാക്കാവുന്നത്. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ച് ചപ്പാത്തി പലകയെ ഉരുട്ടിയെടുത്ത് ഒരു മിക്സിയുടെ അടപ്പാണ് ഞാൻ അതിന് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വട്ടപ്പാത്രം ഉണ്ടെങ്കിൽ അതായാലും ഇച്ചിരി നല്ല വിസ്താരമുള്ളതാണെങ്കിൽ ഒരു വലിയതാകും, ചെറുതാണെങ്കിൽ ചെറിയ വട്ടങ്ങളായിരിക്കും. നിങ്ങൾ ഒന്നുണ്ടാക്കി നോക്കൂ. ഇത് ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ ഒക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പോച്ചൊക്കെ പറിച്ചു വരുന്നതുകൊണ്ടേ ശബ്ദം എനിക്ക് കുറവാണ് പറയാൻ.